നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ ADMK നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് CBI അന്വേഷിക്കണമെന്ന ഹർജി കുടുംബം സമർപ്പിച്ചിരുന്നു. ഇപ്പോൾ ഇതാ ഈ വിഷയത്തിൽ നിർണായക പ്രതികരണവുമായി CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ ഹർജിയിലൂടെ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് നവീന്റെ കുടുംബം പറയുന്നതെന്നാണ് MV ജയരാജൻ പറയുന്നത്. കൊന്ന് കെട്ടിത്തൂക്കിയെന്നാണ് ഹർജിക്കാരുടെ വാദം. അതിനർത്ഥം ദിവ്യക്കെതിരായ ആരോപണം നിലനിൽക്കില്ല എന്നാണെന്നും MV ജയരാജൻ വിലയിരുത്തി. നിലവിൽ മികച്ച അന്വേഷണം പോലീസ് നടത്തുകയാണ്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയോ എന്ന കാര്യത്തിൽ സത്യം ഞങ്ങൾക്ക് അറിയില്ല എന്നും MV ജയരാജൻ വ്യക്തമാക്കി. യാത്രയയപ്പ് യോഗത്തിൽ അന്നത്തെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ പരസ്യ വിമർശനം നടത്തിയതിൽ മനംനൊന്ത് താമസ സ്ഥലത്തേക്ക് മടങ്ങിയ നവീൻ ബാബു ജീവനൊടുക്കുകയായിരുന്നു. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ കാത്തുനിന്ന ഭാര്യയും മക്കളും നവീൻ ബാബു എത്താത്തതിനെ തുടർന്ന് കണ്ണൂരിൽ നടത്തിയ അന്വേഷണത്തിലാണ് ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്വന്തം ജില്ലയായ പത്തനംതിട്ടയിലേക്ക് സ്ഥലമാറ്റം കിട്ടിയ നവീന് കളക്ടറേറ്റിൽ നൽകിയ യാത്രയയപ്പിലായിരുന്നു ദിവ്യയുടെ പരസ്യ വിചാരണ നടന്നത്. ഉദ്യോഗസ്ഥർ മാത്രമുള്ള ചടങ്ങിലേക്ക് ക്ഷണിക്കാതെ എത്തിയായിരുന്നു പ്രസംഗം നടത്തിയത്. എന്തായാലും ഈ ഒരു കേസിൽ ശരിയായ അന്വേഷണം നടക്കുന്നില്ല എന്ന ആരോപണങ്ങൾ ഉന്നയിച്ച് കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. ആ CBI അന്വേഷണം ആവശ്യപ്പെട്ട കേസിൽ വിധി വരാനുണ്ട്. എന്തായാലും ശ്രീകണ്ഠപുരത്തിന് സമീപം ചെങ്ങളായിയിൽ പെട്രോൾ പമ്പിന് നിരാക്ഷേപ പത്രം നൽകുന്നത് മാസങ്ങൾ വൈകിച്ചുവെന്നും അവസാനം എങ്ങനെ കൊടുത്തുവെന്ന് അറിയാമെന്നും 2 ദിവസത്തിനകം കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും എന്നുമായിരുന്നു ദിവ്യ പറഞ്ഞത്. ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തി കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിരുന്നു. റിമാൻഡിലായ ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും CPM ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ദിവ്യ നീക്കുകയും ചെയ്തിരുന്നു. നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം കോടതിയെ സമീപിച്ചു. അതേസമയം ഈ ഒരു സംഭവത്തിൽ PP ദിവ്യയ്ക്ക് ജാമ്യ വ്യവസ്ഥകളിൽ ഇളവ് അനുവദിച്ചിരിക്കുകയാണ്. കണ്ണൂർ ജില്ല വിട്ടുപോകുന്നതിന് തടസ്സമില്ല. ജില്ലാ പഞ്ചായത്ത് യോഗങ്ങളിൽ പങ്കെടുക്കാം എന്നും ഇളവുകളിൽ പറയുന്നുണ്ട്. തിങ്കളാഴ്ചകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന വ്യവസ്ഥയ്ക്കും ഇളവുണ്ട്. ഇനി ആവശ്യപ്പെടുമ്പോൾ മാത്രം ഹാജരായാൽ മതി. തലശ്ശേരി സെഷൻസ് കോടതിയിൽ നൽകിയ അപേക്ഷയിലായിരുന്നു ഉത്തരവ്. കണ്ണൂർ ADMK നവീൻ ബാബുവിന് ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ട ദിവ്യയ്ക്ക് നേരത്തെ ജാമ്യം കിട്ടിയിരുന്നു. യാത്രയയപ്പ് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ പരസ്യമായി അധിക്ഷേപിച്ചതിന് പിന്നാലെ നവീൻ ബാബു ആത്മഹത്യ ചെയ്യുകയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് PP ദിവ്യയുടെ പരാതിമേൽ പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു. PP ദിവ്യ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കണ്ണൂർ വനിതാ പോലീസ് കേസെടുത്തത്. ചില യൂട്യൂബർമാർക്കെതിരെയായിരുന്നു കേസെടുത്തത്. ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഈ കേസിന്മേൽ അരങ്ങേറുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.